പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. നമ്മൾ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കുവാണ് കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഉപ്പുമാവായിരുന്നു കേട്ടോ. ഉപ്പുമാവിന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയും കൂട്ടിയാണ് നമ്മൾ പഞ്ചസാര നല്ല കട്ടൻ കാപ്പിയായിരുന്നു ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇന്നത്തെ നമ്മുടെ വ്ളോഗിനകത്ത് കൂടുതലും ഇച്ചിരി ക്ലീനിങ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ അടുക്കളയിലൊക്കെ കുറേ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ മൊത്തം വൃത്തികേടൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് പരിപാടി തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ. ഗ്യാസ് സ്റ്റൗ ആണ് കൂടുതലും വൃത്തികേടായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ആ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇച്ചിരി സോപ്പ് പൊടിയും ഇച്ചിരി കാരപ്പൊടിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒന്ന് തേച്ച് കഴുകുവാണേ. എല്ലായിടും ഒന്ന് തേച്ച് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ്. നമ്മുടെ ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തിരുന്ന സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയേക്കുവാണ്. അടുക്കള വൃത്തിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മനസ്സമാധാനമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. നമ്മൾ മണമൊക്കെ നല്ല മണം വരാൻ വേണ്ടിയിട്ട് കംഫർട്ട് ഇട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞു കണ്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റൗ അടിപൊളി റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്കേ ഉള്ളൂ ഈ വൃത്തി. അത് കഴിയുമ്പോൾ വീണ്ടും ആകപ്പാടെ കുളമാകും. അപ്പം എല്ലാ ദിവസവും കുക്ക് ചെയ്ത് അപ്പം തന്നെ ഞാൻ തുടച്ചിടാറുണ്ട്. പക്ഷെ എന്നാലും എണ്ണയും അതും ഇതുമൊക്കെ എപ്പോഴും തെറിച്ച് വീഴും ആ സൈഡിലും ഒക്കെ ആയിട്ട്, അകത്തും ഉള്ളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ആഫ്രിക്കൻ ട്രഡീഷണൽ ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ കപ്പയുടെ തൊലിയൊക്കെ അങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുവാണ്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ചെറിയ കൊത്തായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരഞ്ഞെടുക്കണ്ടേ. അതായത് പേസ്റ്റ് രൂപത്തിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടിപ്പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിത് മിക്സിയുടെ ജാറിൽ വെച്ചൊന്ന് അരച്ചെടുക്കുവാണേ. അപ്പോൾ ഏകദേശം ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ലേശം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ലേശം ഉപ്പൊക്കെ ഇട്ട് ഞാനിതൊന്ന് കലക്കി എടുക്കുവാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് നേരം നമ്മളിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പാകത്തിനാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അതുവരെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഇങ്ങോട്ടിരിക്കണം. നമ്മുടെ തവി ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ, നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് ആഫ്രിക്കൻ ട്രഡീഷണൽ ഫുഡ് ഇവിടെ റെഡിയാകും. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കസാവ ഫുഫു എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിപൊളി പേരാണല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ
ദേ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറിയാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ സവാളയും കുറച്ച് നമ്മുടെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ മുറ്റത്ത് നിന്ന് തക്കാളിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു കറിയാണെങ്കിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പാനിലൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു കുറുകിയ കറിയാക്കി എടുക്കാം. അപ്പോൾ കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും വെളുത്തുള്ളിയും മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പച്ചമുളക് വേണമെന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ ഉപ്പിട്ട് വഴറ്റിയെടുത്ത് നന്നായിട്ട് മൂടി ഒരു 10 മിനിറ്റ് മൂടി വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേവിച്ചതിന് ശേഷം തുറന്ന് കുറച്ച് മസാലപ്പൊടികളും മല്ലി, മുളക്, പിന്നെ ഗരം മസാല ഇത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചെമ്മീനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി അങ്ങോട്ട് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലൊരു കറിയാക്കി എടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ കറിയും അവിടെ റെഡിയാകും. ഇനി നമ്മുടെ ആ കസാവ ഫുഫുവായിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ സവാളയൊക്കെ ഇവിടെ വഴണ്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ കറിയുടെ റെസിപ്പി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അതേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെമ്മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ കസാവ ഫുഫുവായിട്ട് ഇത് നമുക്ക് യോജിപ്പിച്ച് അങ്ങോട്ട് കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ എന്ത് നോൺ വെജ് കറിയാണെങ്കിലും ടേസ്റ്റൊക്കെ തന്നെ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കിവിടെ നോൺ വെജായിട്ട് നമ്മുടെ ചെമ്മീൻ ഉള്ളത് കൊണ്ട് നമ്മൾ ചെമ്മീൻ എടുത്തു. പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, മീനാണെങ്കിൽ മീൻ. ഇത് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഇതായി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിഞ്ഞു. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, വായിലിട്ട് അലിഞ്ഞങ്ങ് പോകും. പിന്നെ നമുക്ക് കറിക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്ത് നോൺ വെജ് കറിയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് ഊണൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവക്കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയ വേറൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ നമ്മുടെ ലേസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലേസ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക, എന്നിട്ട് കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇത് ദേവക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിഷാണ്. അപ്പോൾ ഇത് തരത്തൊന്നുമില്ല, ഒറ്റയ്ക്കിരുന്ന് കഴിക്കും. അങ്ങനെ ഇന്ന് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തൊരു സംഭവം ഇതാണ് കേട്ടോ. അപ്പം അപ്പം തന്നെ ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ തിളപ്പിക്കാനായിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ചായക്ക് കഴിക്കാനായിട്ട് നമ്മൾ പഴവും മിച്ചറും കൂടെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഴവും മിച്ചറും ഒക്കെ ഓർമ്മ വരുന്നവർ കുറേ പേര് കാണും. കാരണം വെച്ചാൽ ഈ പണ്ടത്തെ കല്യാണത്തിനും പെരവസ്തുലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഈ മിച്ചറും അലുവയും അതുപോലെ പഴവും ഒക്കെ അതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ മിക്കവാറും പഴവും ചിപ്സും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര പണ്ടത്തെ ഓർമ്മകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കുകയും അവളുടെ കൂടെ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനായിട്ടിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മുടെ ലവ് ബേഡ്സുകളാണ് കേട്ടോ. ഒരു കുഞ്ഞ് ലവ് ബേഡ്സ് ആ കുടത്തിനകത്തുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല, ഇതുവരെ വിരിഞ്ഞതേ ഉള്ളൂ. കുറച്ച് അപ്പം ചിറകൊക്കെ കിളിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇറങ്ങാതെ കുടത്തിനകത്ത് തന്നെ ഇരിക്കുന്നത്. അമ്മക്കിളിയാണെങ്കിൽ തരുത്തതുമില്ല, കാണിക്കത്തുമില്ല, തൊടാനും സമ്മതിക്കത്തില്ല. ആ ഒരു അവസ്ഥയാണ്. ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.